മെസ്സി ഫാൻസ് സാധാരണ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മെസ്സിക്ക് റൊണാൾഡോക്ക് ഇപ്പോൾ റൊണാൾഡോ പെനാൾഡോ ആണല്ലോ അവർക്ക്. റൊണാൾഡോ ആണ്. റൊണാൾഡോ പെനാൾട്ടി മാത്രമേ അടിക്കുള്ളൂ. പക്ഷെ മെസ്സി അടിക്കും എന്ത്? മെസ്സി ഫ്രീ കിക്ക് അടിക്കും. മെസ്സി ഭയങ്കര ഫ്രീ ടേക്കറാണ്. മെസ്സി മഴവില്ലഴകിൽ ഫ്രീ കിക്ക് അടിക്കും, എവിടെ കൊണ്ടുപോയിട്ടാലും ഫ്രീ കിക്ക് അടിക്കും എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ എന്താണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ എടുത്ത് പറയുമല്ലോ. ഇപ്പം നമ്മളൊരു കോച്ചാണ്, നമ്മളിപ്പോൾ ഒരു ടീമിന്റെ കോച്ചാണ്. അപ്പം നമുക്കൊരു ഫ്രീ കിക്ക് കിട്ടി. അപ്പം നമ്മുടെ ടീമിന് ഒരു ഫ്രീ കിക്ക് കിട്ടി. ആ ഫ്രീ കിക്ക് എന്ന് പറഞ്ഞാൽ 18 വാരം അകലെയാണ്, അല്ലെങ്കിൽ 18 വാരത്തിന് മുകളിലാണ്, അല്ലെങ്കിൽ 18 35 വാരത്തിന് മുകളിലാണ്, അല്ലെങ്കിൽ 35 യാർഡിന്റെ മുകളിലാണ് ആ ഒരു ഫ്രീ കിക്ക് നമുക്ക് കിട്ടിയത്. 35 യാർഡിന്റെ മുകളിൽ എന്താണ് ഫ്രീ കിക്ക് അടിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സിന്റെ ലിസ്റ്റ് നമ്മൾ എടുത്ത് നോക്കുകയാണ്. നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉള്ളതെന്ന് വിചാരിച്ചു. ഒന്ന് മെസ്സി, ഒന്ന് റൊണാൾഡോ. അപ്പം നമ്മൾ പരിശോധിക്കുകയാണ് മെസ്സിക്കാണോ റൊണാൾഡോക്കാണോ കൂടുതൽ ഈ ഒരു 35 യാർഡിന് മുകളിൽ. അത് അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. 35 യാർഡ് പറയുമ്പോൾ ചെറുതല്ല. ഇപ്പോൾ ഒരു ഏകദേശം ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് അറിയാൻ പറ്റും. അപ്പം അത്രയും 35 യാർഡിന് മുകളിൽ പ്ലേയേഴ്സ് അടിച്ചിട്ടുള്ള ഫ്രീ കിക്കുകളുടെ എണ്ണം, ഈ രണ്ട് പ്ലേയേഴ്സ് അടിച്ചിട്ടുള്ള ഫ്രീ കിക്കുകളുടെ മെസ്സി, റൊണാൾഡോ. ഇതിലും റൊണാൾഡോ ഏകദേശം 18 ഫ്രീ കിക്കുകളാണ് 35 വാര അകലേന്ന് അടിച്ചത്. അപ്പം നമ്മൾ ഇപ്പോൾ അടുത്തും കൂടി അൽ നാസറിൽ പോലും നമ്മൾ കണ്ട് 18 വാര അകലേന്ന്, അല്ല 35 വാര അകലേന്ന് റൊണാൾഡോ ഫ്രീ കിക്കുകൾ അടിക്കണത്. മെസ്സി 35 വാര അകലേന്ന്, അല്ലെങ്കിൽ 35 യാർഡിന് മുകളിൽ മെസ്സി ഒരു ഫ്രീ കിക്കൂല്ലേ. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മുട്ട, അവിടെ മുട്ടയാണ് മെസ്സിക്ക്. അവിടെ ഒരു ഫ്രീ കിക്ക് പേരിന് പോലും ഇല്ല. മെസ്സിക്ക് 35 യാർഡിന് മുകളിൽ ഒരു പേരിന് പോയിട്ട് എന്താ പറയുക, നമുക്ക് കാണിക്കാനോ ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കേണ്ടി വരും. വേറെ വഴിയില്ല. നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് മെസ്സിനെ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് 35 യാർഡിന് അപ്പുറത്ത് കൊണ്ട് വെക്കേണ്ടി വരും. വേറൊരു വഴിയില്ല. കാരണം മെസ്സിക്ക് ഒരു പേരിന് പോയിട്ട് എന്താണ് പറയുക, എഡിറ്റ് ചെയ്യാൻ ഒരു ഫൂട്ടേജ് വേണ്ടെന്നെങ്കിൽ അതുപോലും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അത് നമ്മൾ ഈ റൊണാൾഡോയുടെ ഫിക്സിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോഴത്തെ തിരിച്ചറിയാത്തൊരു കാര്യം കൂടി ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണെന്ന് വെച്ചാല് പണ്ടത്തെ ക്ലാസിക് റൊണാൾഡോന്റെ എന്താ പറയാ നക്കിൾ ഫിസിക്സ്, അതൊരു സ്പെഷ്യാലിറ്റി ആയിരുന്നു. നമ്മുടെ ഫിസിക്സിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കൺവേർഷൻസ് മേബി മെസ്സിക്കായിരിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെക്നിക്കാണ് നക്കിൾ ഫിസിക്സ് എന്ന് പറഞ്ഞത്. ഈ ഫിസിക്സ് അങ്ങനെ ഒരു വ്യക്തിനെ കൊണ്ട് നല്ല ട്രെയിൻ ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതിന്റെ പിന്നായിരുന്നു റൊണാൾഡോ 2014 ആ ഇഞ്ചുറിക്ക് മുമ്പ്. നമ്മൾ എടുത്ത് പറഞ്ഞ ഫിസിക്സിന്റെ കാര്യം പറയുന്നത്. പിന്നെ റൊണാൾഡോ ഇപ്പോഴും എന്താണ് യൂസ്വലി ആയിട്ട് എല്ലാ കളികളിലും 18 വാര അല്ലെങ്കിൽ 35 വാര കഴിഞ്ഞ ഫിസിക്സ് എടുക്കുന്ന റൊണാൾഡോന്റെ ആ പവർ, അല്ലെങ്കിൽ ആ ഒരു ഷൂട്ടിംഗ് പവർ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് റൊണാൾഡോക്ക് ഇപ്പോഴും അതിന് കഴിയുന്നത്. ഇങ്ങനെ പണ്ടത്തെ റൊണാൾഡോന്റെ എന്താ പറയാ നക്കിൾ ഫിക്സ് ഒന്നും ഇപ്പോഴത്തെ ഫിക്സിന് കാണാൻ കഴിയില്ല. അതൊക്കെ ഒരു ടൈമായിരുന്നു. അപ്പൊ അത്തരം ഫിസിക്കുകളും ഇവിടെ റൊണാൾഡോ അടിച്ചിരുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ യങ് ജനറേഷൻ കൊണ്ട് മനസ്സിലാക്കട്ടെ.